നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നില്ലേ കുറച്ച് അടിപൊളിയായിട്ടുള്ള എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നല്ല നല്ല സാരി കേട്ടോ. ശരിക്കും ഇത് ആദ്യത്തെ സാരി മോഡൽ കാണിക്കുന്നത് സിൽക്കി ടെസർ. നിങ്ങൾ കേൾക്കും അതെന്നാ ടെസറാണ്. ടെസറിന് ഗ്ലോ ഉള്ള ഒരു ടൈപ്പ് മെറ്റീരിയൽ വരും, അല്ലാതെ ഇങ്ങനെ പേപ്പർ പോലെ ഇരിക്കുന്ന ദേസി ടെസർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മെറ്റീരിയൽ വരും. സെമി ടെസർ ഇത് ഒരിക്കലും സിൽക്കി ടെസർ എന്ന് പറഞ്ഞുകൊണ്ട് പ്യുവർ ടെസർ അല്ല, സെമിയാണ്. പ്യുവർ ടെസറിന് ഈ റേറ്റ് കിട്ടുക എന്നറിയാവില്ല. അതിൻ്റെ പ്യുവർ ഹാൻഡ് വർക്ക് കാന്ത വർക്ക് ചെയ്തിരിക്കുന്ന സാരി നോക്ക്. ഇതിൻ്റെ മുന്താണിയുടെ ഭാഗമാണ് ഈ കാണുന്നത്, കണ്ടോ? ഇത്രയും വരെ മുന്താണി വരും. ഫുള്ള് ഹാൻഡ് വർക്ക് കാന്ത വർക്കാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബോഡിയിലും ഇങ്ങനെ കാന്ത വർക്ക് സ്റ്റൈൽ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറും അങ്ങനെ കാന്ത വർക്കായിട്ട് ചെയ്തിരിക്കുക. 3-4 കളറുകളുണ്ട്. ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു സ്റ്റഫിൻ്റെ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അല്ല, ഈ ഒരു ഡിസൈൻ തന്നെ വേറെ കളറുകളുണ്ടോ എന്ന് സംശയം. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇത് ഭയങ്കര ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, ഇത് ഈ പട്ടും പൊന്നും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ തിളങ്ങി എടുത്തു നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. ഒരു ക്ലാസ് ടച്ച് തരുന്ന ഒരു ടൈപ്പ് ഒരു കാറ്റഗറിപ്പെട്ട സാരി. ഇനി ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇത് വരും. ബ്ലൗസിൻ്റെ കയ്യിൽ ഈ ഒരു കാന്ത ഡിസൈൻ കൊടുത്തിരിക്കും. ഒരു ലൈൻസ് പോകുന്നുണ്ട്, എന്നിട്ട് ആ ഒരു കാന്ത ഡിസൈൻ കൊടുത്തിരിക്കും. അടുത്തുണ്ടല്ലോ പീച്ച്. അത് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിരുന്നു. ഇതിപ്പോൾ പീച്ച്. മൊത്തത്തോടെ കാണിക്കാൻ പറ്റുന്നില്ല, അതാ ഫോൾഡിങ് അങ്ങനെ വന്നേക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങോട്ട് കാണിക്കാം. ഇതാണ് മുന്താണി. മുന്താണിയിലും ബോർഡറിലും ആ വർക്കുണ്ട്. ആ ഒരു വർക്കാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിനില്ലേ, ഇതാ ഞാൻ പറഞ്ഞത്, ഇതിലെന്തോ വ്യത്യാസം ഉണ്ടെന്ന്. ഇതിൻ്റെ ബോർഡറിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ബോർഡറിനും ഈ ഒരു കാന്ത വർക്ക് ഉണ്ടായിരുന്നു. ഇതിനും ബോർഡറിന് കാന്ത വർക്കില്ല. ബോർഡറിന് മുന്താണിക്ക് മാത്രമേ കാന്ത വർക്കുള്ളൂ. ബോർഡറിൽ വെറുതെ പ്ലെയിൻ ആയിട്ടല്ല ഒരു ബോർഡറാണ് കൊടുത്തിരിക്കുക. പ്ലെയിൻ ബോർഡർ എന്നല്ല പറയുന്നത്, ഇങ്ങനെ കൊടുത്തിരിക്കുക. ബോഡിയിലും ആ ഒരു കാന്ത വർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂത്താസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും. ഇത് അതിൻ്റെ ഹൈലൈറ്റ് എപ്പോഴും ഇതാ ഇവിടെ കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഒരു കാന്ത വർക്ക് ചെയ്തിരിക്കുന്ന അത്രേ ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കാന്ത വർക്ക് വരുന്ന ഒരു സാരിക്ക് ഒരു ദിവസം വേണമെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടില്ലേ, ബോർഡറിലെ കാന്ത വർക്ക് ഇല്ലാത്ത ആ ഒരു സാരി. ആ സാരിയുടെ തന്നെ വേറൊരു കളർ, ഒരു നല്ല ചെറുപയർ പച്ചയല്ല, പാരറ്റ് ഗ്രീൻ്റെ അല്ല, ലീഫ് ഗ്രീൻ്റെ ഒരു ഡാർക്ക്. ഇത് വരും മുന്താണി. ഇത് മൊത്തം മുന്താണിയാണ്. ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ, നിങ്ങളിപ്പോൾ കണ്ട ആ സാധനം തന്നെ. ബ്ലൗസ് വന്നിട്ട് ഇതേണ്ട ഇങ്ങനെ. ബ്ലൗസ് ഒന്ന് കാണിച്ചാൽ ബ്ലൗസിൽ ഈ ഒരു വർക്കുണ്ട്. മറ്റേതിലാണ് ബ്ലൗസിൻ്റെ ഹൈയിലും ഇങ്ങനെ ഹാൻഡ് വർക്ക് ഉണ്ടായിരുന്നു. അടുത്തത് മൈ ഫേവറേറ്റ് ക്രീം അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ്. ആദ്യം കാണിച്ച സാരിയുടെ തന്നെ ബോർഡറിലും കാന്ത വർക്ക് വരുന്നുണ്ട്, മുന്താണിയിലും കാന്ത വർക്ക് വരുന്നുണ്ട്. ഇതുണ്ട്, ഇതാണ് മുന്താണി. ഒരു ചെറിയ ഗ്ലോ ഒക്കെയുള്ള ടെസർ, സെമി ടെസർ, അതാണ് സ്റ്റഫ്. എല്ലാം മിക്സ് ആയിട്ടായിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ പീച്ച് ഇതിനോടൊരു സാമ്യതയുള്ള, ഇത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്. ഇത് സിൽക്കേ വന്ന ഇത് ഞാൻ കാണിച്ചു. സെയിം ഡിസൈന് സിൽക്ക് മെറ്റീരിയലേ വന്നിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സോഫ്റ്റ് സിൽക്ക് സെമി മഡ്ക ടെസറയിൽ, സിൽക്കല്ല ടെസർ സിൽക്ക് മഡ്ക ടെസറയിൽ. ഇതിപ്പോൾ നെറ്റ് കോട്ടയിലാണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ. ഇതിൻ്റെ ബ്ലൗസ് ശരിക്കും ബ്ലാക്ക് പ്ലെയിനാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ബ്ലാക്ക് പ്ലെയിൻ ആണ് ബ്ലൗസ്. ഇതുണ്ട് സ്കാലപ്പ് ചെയ്ത് ബ്ലൗസ്. അതേസമയം നിങ്ങൾ ശരിക്കും വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെ ഇടുവാണെങ്കിൽ ഭയങ്കര രസമാണ്. സാരിക്ക് സാരി ഫോളും കൂടെ പിടിപ്പിച്ച് ഇടുവാണെങ്കിൽ ഒത്തിരി രസമാണ്. ഇതിൻ്റെ പീച്ച് ഞാൻ കാണിച്ചായിരുന്നു. ഏതാ പീച്ച് ഇപ്പോഴും ഉണ്ട്, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പീച്ച് കഴിഞ്ഞ ദിവസം കാണിച്ച സാരിയാണ്. ഇതേ റീസ്റ്റോക്ക് വന്നു കേട്ടോ.
അത് അന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെയും അതുകൊണ്ടൊന്ന് റീസ്റ്റോക്ക് വരുത്തുക. ഇപ്പോൾ കാണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ തന്നെ സെയിം, ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസം. ബോർഡർ ഇങ്ങനെ, ബോഡിയിൽ ഇങ്ങനെ ബൂട്ടാസ് സ്കാലപ്പ് ചെയ്ത് നല്ല എന്നാ പറയുന്നത് നെറ്റ് കോട്ടയുടെ സാരി, നല്ല സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കാൻ പറ്റുന്നതായിട്ട്. ഇനി നമ്മുടെ ജാംദാനി സിൽക്ക് എന്ന് പറയും ഈ ഒരു സ്റ്റഫ്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസിൻ്റെ കാറ്റഗറിയിൽ. അന്നുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ ബനാറസിക്ക് എന്നാ സ്റ്റാൻഡേർഡ് ഇല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ചിലർക്ക് അതിനോടാണ് ഇഷ്ടം. ചിലർക്ക് ഈ പകിട്ട് വന്ന വലിയ മഞ്ഞേന്ന്, ഈ മഞ്ഞ കണ്ടിട്ട് വിട്ടെന്ന് അത് പറയാം, ഭയങ്കര കളറിനെ കഴിഞ്ഞ് വീവിങ് സാരീസാണ് ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് എന്നാ പറയും, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മുന്താണി, അങ്ങനത്തെ സാരി. ഇതെല്ലാം വീവിങ് ആണ്. ഈ ചെയ്തിരിക്കുന്ന ഫുള്ള് വീവിങ് ആണ്, അല്ലാതെ പ്രിൻ്റ് അല്ല. പ്രിൻ്റിന് വേറൊരു പ്രിൻറ്റിന് എടുപ്പ് ഭയങ്കര കുറവ്, അതിൻ്റെ 1000 ഇരട്ടി എടുപ്പാണ്. ഇത്രയും ഇങ്ങോട്ടൊന്ന് കാണിച്ച് അടുപ്പിച്ച് പെർഫെക്ഷനോടെ വീവിങ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കി, വീവ് ചെയ്തെടുത്തിരിക്കുന്നതാ. എന്നിട്ട് ബോഡിയിലും ആ ഒരു ബുട്ടാസ് കൊണ്ട് വീവ് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ബോർഡർ വരുന്നത്. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, സെമി ടസറാണ് മെറ്റീരിയൽ. നല്ല ഭംഗിയല്ലേ? ആയിട്ട് വരുന്നുണ്ടല്ലോ ഈ ഒരു യെല്ലോയാ. അപ്പോൾ അതെന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ വന്നേക്കും. ഇതിൽ കൂടെ കൊടുത്തേക്കുന്ന ബുട്ടാസ് വീവിങ് എംബ്രോയിഡറി അല്ല വീവിങ് ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുണ്ട് ഇവിടെ എല്ലാം മഞ്ഞയാണ് പോയിരിക്കുന്നത്, കൂടുതൽ എടുത്ത് നിൽക്കുന്നത് മഞ്ഞയാണ് പീച്ചയിൽ. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡ് പോലെ ഇവിടെ ഫീൽ ചെയ്യും. അത് അടിയിൽ ആ മഞ്ഞയുടെ ഇത് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ, ആ തുണി കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ വരുന്നതിലെല്ലാം ഇല്ലേ, ഞാൻ എന്നാ പറയാൻ വന്നേ, നമ്മളെപ്പോഴും കണ്ടുമടുത്ത കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്താനായിട്ട് വീവേഴ്സ് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു തെളിവ് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഒരു തോന്നലാണ് കേട്ടോ ഞാൻ പറയുക. ഒത്തിരി ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഒത്തിരി കൊണ്ടുവരുന്നുണ്ട്, എപ്പോഴെപ്പോഴും കണ്ടുമടുത്ത കോമ്പിനേഷൻസ് അല്ലാതെ. ഇത് പീച്ചിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡ്, അതൊരു പീച്ച്, ഇതും ഒരു പീച്ച്. ഇതിൻ്റെ കളർ, ഈ സാരിയുടെ കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് കേട്ടോ. പ്രിൻറ്റിൻ്റെ ഡിസൈനിലും എല്ലാം, പ്രിൻ്റല്ല ഈ വീവിങ്ങിൻ്റെ ഡിസൈനിലും എല്ലാം സെയിം ആണ്. ബ്ലൗസ് നോക്കട്ടെ, ബ്ലൗസും സെയിം അതുകൊണ്ടോ. ഇത്തേലും ഡിസൈൻ എടുത്ത് നിൽക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യെല്ലോ, കയ്യിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരും. ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ്, നിങ്ങൾ എപ്പോഴും കണ്ട് എന്നും കൊണ്ട് ഞാൻ പറയുന്നില്ലേ, നമ്മളിപ്പോൾ ബോർഡർ ഉണ്ട്, ഇതിന് മുന്താണിയുണ്ട്, അങ്ങനെ ബോഡിയെ പുട്ടയുണ്ട്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്തല്ല. പക്ഷേ ഈ വീവിങ്ങും ഇതും എല്ലാം കൂടെ കൂടി എല്ലാം കൂടെ മൊത്തത്തിൽ വരുമ്പോൾ ഒരു ഭംഗി, അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫീല്. പിന്നെ മാനേജബിൾ ആണ്, നല്ല രീതിക്ക് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ഇതാണ് എൻ്റെ ബോഡി, നല്ല പേസ്റ്റൽ ചാർട്ടി വരുന്ന പീച്ച് ഷെയ്ഡ്. ഇനി യെല്ലോ അല്ല, യെല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല, ചിക്കു കളർ എന്ന് പറയില്ലേ, ഗോൾഡ് കളർ അല്ലെങ്കിൽ ചിക്കു കളർ അല്ലെങ്കിൽ സാൻഡലിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. സാൻഡൽ ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ആപ്റ്റ് ആവുന്നത്. കണ്ടോ, ഇതാണ് ബോഡിയത്തേലും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് ഇത്, ബ്ലൗസിൻ്റെ അറ്റത്ത് ബോർഡറായിട്ട് ഈ ഒരു സാധനം വരും. അടിപൊളിയായിട്ടുള്ള സാരിയാണ്, ജാംദാനി സിൽക്ക് കേട്ടോ. ഇത് അടുത്തത് എൻ്റെ ഫേവററ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതാന്നേ പറയുള്ളൂ. എനിക്കങ്ങനെയാണ്, എനിക്കെപ്പോഴും കാണുന്ന കളറുകൾ റയർക്ക് എന്നുകൊണ്ട് ഇത് നല്ലതെന്ന് നിങ്ങളത് ഇതാ നല്ലതെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് എന്നോട് ഇതെടുക്കാൻ പറഞ്ഞാൽ ഞാനിതെടുക്കും. മറ്റേതൊന്നും കൊള്ളുകയെന്നോ മോശമാണെന്നൊന്നും അല്ലാത്ത എനിക്ക് ഇങ്ങനത്തെ ഒരുമാതിരി മൗണ്ട കളറുകൾ, എപ്പോഴും കാണാത്ത കളറുകൾ, പേസ്റ്റൽ ചാർട്ടുകൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് കണ്ടോ, ഇതാണ് ബോഡിയുടെ കളർ എന്നാന്ന് ചോദിച്ചാൽ ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ആ ഗ്രേ ഷെയ്ഡിൻ്റെ അറ്റത്ത് ഈ ഒരു പച്ച ബോർഡർ പോലെ വന്നിട്ട് യെല്ലോ വർക്ക്. ഇത് മുന്താണി, ബ്ലൗസ്. ഞാൻ വിശന്നിരുന്ന വീഡിയോ എടുക്കുന്നത്, എനിക്ക് വിശക്കുന്നു നല്ലതായിട്ട്, അതുകൊണ്ട് ആ ഒരു ഉന്മേഷം ഇല്ലാതെ തോന്നിക്കുന്നു. ഈ മഞ്ഞ കാണുന്ന അടിയിലത്തെ ബ്ലൗസിൻ്റെ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് അവിടെ മഞ്ഞ തോന്നിക്കുന്നത് കേട്ടോ. സാരി മടക്കുന്ന വഴിക്ക് എല്ലാവരും ഓർക്കും അതിന് അവിടെ മഞ്ഞത് കേട്ടോ, ബ്ലൗസിൻ്റെ ആ കളർ വന്നേക്കുന്നതുകൊണ്ടാണേ. ഇനി ഒരു ടൈപ്പ് സാരിയും കൂടെ കാണിക്കാം. കണ്ടോ കാണാൻ നിങ്ങൾ, എനിക്ക് ഭയങ്കര
ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. ക്രീമിൻ്റെ അറ്റത്ത് എന്നാ സാധനം വന്നാലും എനിക്ക് എന്താന്ന് ഞാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഫുൽക്കാരി. എന്നിട്ട് ഇത് നല്ല മൾട്ടി കളർ എംബ്രോയ്ഡറി. ഈ എംബ്രോയ്ഡറിക്കാണ് അതിൻ്റെ ഡിമാൻഡ് മൊത്തം. ഫുൽക്കാരിയുടെ ബോഡി ഏത് ഫങ്ഷനും ഏത് സ്ഥലത്തും ഇടാം, ഏത് സ്ഥലത്തും ഇടാം. സാൻഡോൺ ബോട്ടം, സെയിം കളർ ബോട്ടം സാൻഡോൺ. എന്നാ രസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, എനിക്ക് പറഞ്ഞറിയിക്കത്തില്ല. ഇത് വരും ബ്ലൗസ് അല്ല, എപ്പോഴും ബ്ലൗസിൻ്റെ വിചാരിയേ ഉള്ളൂ. ദുപ്പട്ട, ഫുൽക്കാരി നെറ്റ് കോട്ട ദുപ്പട്ട, എന്നിട്ട് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു വർക്കും ഇതിൻ്റെ കോമ്പിനേഷൻ കൂടെ നോക്കുന്ന രസമാണ്, നോക്ക്, അടിപൊളിയല്ലേ. ഈ റേറ്റ് വലിയ റേറ്റ് ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1300 അങ്ങനെ ഏതാണ്ടുള്ളൂ. 1300 1400 അല്ലേ? അല്ല, നല്ല ഒന്നൊന്നര ഭംഗിയായിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് ഇടാം. 1390 രൂപയേ ഉള്ളൂ. 1390 101 150% വേർത്താണ് ഈ സാരി, ഈ ചുരിദാർ സെറ്റ്. ഈ ചുരിദാർ സെറ്റ് ഞാൻ ഇങ്ങനെ പിശുക്കി കാണിക്കുന്നതല്ല കേട്ടോ, ഓരോ ദിവസം ആഡ് ഓൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു. ചുരിദാർ സെറ്റിൻ്റെ ഒരു മേഖല തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ, മേഖല തന്നെ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു ടൈപ്പും കൂടെ കാണിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് വിശന്നിട്ട് വൈകിയ ചുരിദാർ സെറ്റും കൂടെ കാണിക്കാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ എടുക്കണം. അപ്പോൾ വീണ്ടും മാമുണ്ടിട്ട് വരാട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ടാറ്റാ.